Hi friends, welcome to Simis Nadan Kitchen. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട് തീയലാണ്. ഇതൊരു നാടൻ കറിയാണിത്. ദാ ഇതുപോലെയാണ് ഈ കറി ഇരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 1/2 കപ്പ് ഉണക്കച്ചെമ്മീൻ. ഇത് ഞാൻ വൃത്തിയാക്കി എടുത്തതാണ്. വൃത്തിയാക്കിയതിന് ശേഷമാണ് 1/2 കപ്പ്. ഇതിന് മുന്നേ ഞാൻ ഉണക്കച്ചെമ്മീൻ്റെ വേറെയും വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് കേട്ടോ. ഈ ചെമ്മീനിലേക്ക് കുറച്ച് ചൂടുവെള്ളമോ തണുത്ത വെള്ളമോ ഒഴിക്കാം. ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ്. ഇത് മാറ്റി വെക്കാം. 1/2 കപ്പ് ചെറിയ ഉള്ളി. ഇതിന് ചെറിയ ഉള്ളി തന്നെ വേണം, സവാള ഉപയോഗിക്കരുത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇതുപോലെ വലിയ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് 2ആയിട്ട് മുറിച്ചിടാം. ഇത് കണക്കെ 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ വേണ്ടത് പുളിയാണ്. അപ്പോൾ വാളംപുളിയോ കുടംപുളിയോ ഉപയോഗിക്കാം. തീയലുണ്ടാക്കാൻ വേണ്ടിയിട്ട് വാളംപുളി തന്നെയാണ് കൂടുതൽ ടേസ്റ്റ് ഇട്ടാം. അപ്പോൾ അതാ ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. പുളി അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു വെക്കാം. ചൂടുവെള്ളം ഒഴിക്കുകയെന്നുണ്ടെങ്കിൽ പുളി പെട്ടെന്ന് തന്നെ അലിഞ്ഞ് വരും. ഇത് മാറ്റി വെക്കാം. ഈ ചെമ്മീൻ ഇതുപോലെ ചൂടുവെള്ളത്തിലിട്ടതിന് ശേഷം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒഴിച്ചത് ചൂടുവെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുതിർന്ന് വരും കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇത് നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം കളയണം കേട്ടോ. 2-3 തവണ ഞാൻ കഴുകിയിട്ട് വെള്ളമെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറി ഉണ്ടാക്കാം. ഇതിനായിട്ട് ഒരു ചട്ടി ചൂടാക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായതിന് ശേഷം ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില അത്രയും ഇട്ടതിന് ശേഷം ഇതൊന്ന് വഴറ്റണം. ഈ ഉള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ഉപ്പ് ആവശ്യത്തിന്. ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇനി ഇതിന് കുറച്ച് അരപ്പുണ്ടാക്കണം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 1/2 കപ്പ് തേങ്ങ. ഇത് നല്ല ഫ്രഷ് തേങ്ങയാണ്. അപ്പോൾ നമുക്കിത് വറക്കാനായതുകൊണ്ട് ഞാനിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപോലെ ആകാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് പൊടിച്ചിട്ട് വരാം. ഇതുപോലെ നന്നായിട്ട് പൊടിച്ചതിന് ശേഷം അതൊരു ചീനച്ചട്ടിയിലേക്ക് മാറ്റാം. ഇതിലേക്ക് 6 വറ്റൽമുളക്. ഇത് 2ആയിട്ട് പൊട്ടിച്ചിടാം. ഇത് എരിവിനനുസരിച്ചിട്ട് 6ഓ 8ഓ ഒക്കെ ചേർക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ മല്ലി, 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇനി ഇത് നല്ല മൂക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നല്ല ബ്രൗൺ നിറമാകുന്നവരെ ഇതൊന്ന് വറുക്കണം. ഇത് നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരുപാട് ഡാർക്ക് നിറം ആകണ്ട. അപ്പോൾ ഇത് ഒരു കരിഞ്ഞ ചുവയായിരിക്കും കേട്ടോ. അതായത് ഇപ്പോൾ കറക്റ്റായിട്ടാണ്. ഇതാണ് തേങ്ങയുടെ കളറ്. ഇതുപോലെ ആവണം. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിൻ്റെ ചൂട് നല്ലതായിട്ട് ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. ഈ പുളി ഒന്ന് പിഴിഞ്ഞെടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ചെമ്മീനിലേക്ക് ഒഴിക്കാം. ഈ ചെമ്മീനും ഉള്ളിയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് പുളിവെള്ളം ഒഴിക്കാം. ഈ ചെമ്മീനും ഉള്ളിയൊക്കെ വെന്തതിന് ശേഷം മാത്രമേ പുളിവെള്ളം ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അത് വേഗത്തില്ല. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൊഴിക്കാം. തേങ്ങ വറുത്തത് നല്ല വെണ്ണ പോലെയാണ് അരച്ചെടുത്തേക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത്. ചേർക്കാം. ഇനി ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കുന്നത് നമുക്ക് കറിക്ക് എത്ര ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടാട്ടോ. അതാ ഇപ്പം ഇതിപ്പോൾ കറക്റ്റാണ്. ഇതിൻ്റെ അകത്ത് ഇനി ഞാൻ വെള്ളം അധികമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ പുളി പിഴിഞ്ഞ വെള്ളമൊക്കെ ചേർത്തപ്പോഴത്തേക്ക് നല്ല അധികം ഉണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് കുറവുണ്ട്, അതും കൂടി ചേർക്കുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ ഈ കറി നന്നായിട്ട് തിളച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ ഗ്രേവി നല്ല തിക്കുമായിട്ടുണ്ട്. അപ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വറുത്തിടണം.
അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. ഒരു ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, ഒരു വറ്റൽമുളക്, സ്റ്റൗ ഓഫ് ചെയ്യാം, കുറച്ച് കറിവേപ്പില. ഇനി ഇത് കറിയിലേക്ക് ഒഴിക്കാം. അതിനുശേഷം 5 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീൻ തീയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് പച്ചച്ചെമ്മീൻ വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ചൂട് ചമ്പാവരി ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.